ധൈര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ നടപ്പിലാക്കൂ. നിങ്ങൾ അറബിക്കടലിൽ പതിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മോദിയെ നോക്കി BJPയോട് നടത്തിയ ഈ വെല്ലുവിളി ആരും മറന്നിട്ടില്ല രാജ്യത്ത്. ഇവർ ആവശ്യപ്പെട്ടതുപോലെ ഒരു നീക്കം അതാത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ അത് BJP കേൾക്കുന്ന കനത്ത പ്രഹരമാകും. ഇക്കാര്യത്തിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നാണ് ചട്ടം. ആ ചട്ടത്തിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ ബാലറ്റ് സംവിധാനം നടപ്പിലാക്കി തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. മോദിയുടെ നിയന്ത്രണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടതിന് പിന്നാലെയാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും EVM എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. തിരഞ്ഞെടുപ്പിലെ സുതാര്യതയും ഗൗരവവും നഷ്ടപ്പെടുന്നതും ഇതോടുകൂടിയാണ്. BJP ഭരണത്തിൽ കയറിയ സംസ്ഥാനങ്ങളിലെല്ലാം EVM സംവിധാനമാണ് 2014 മുതൽ കർശനമായി നടപ്പിലാക്കിയത്. അതിനാൽ തന്നെ വ്യാപകമായ അട്ടിമറികൾ തിരഞ്ഞെടുപ്പിൽ നടന്നു എന്നത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്നതും രാജ്യവ്യാപകമായി വൻ കോളിളക്കം സൃഷ്ടിച്ച് രാഹുൽ ഗാന്ധി BJP സർക്കാരിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയതും നമ്മൾ കണ്ടു. ആദ്യം EVM തട്ടിപ്പ് ചൂണ്ടിക്കാട്ടിയ രാഹുൽ ഗാന്ധി പിന്നീട് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങളിൽ കൃത്യമായ ബൂത്തുകൾ എടുത്തു കാട്ടി അവിടെ നടന്ന തട്ടിപ്പുകൾ എടുത്ത് കണക്കുകൾ പ്രകാരം നിരത്തി കാട്ടുകയായിരുന്നു. അതിനെ വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്ന നയമാണ് സ്വീകരിച്ചത്. വൈകിട്ട് 5 മണിക്ക് ശേഷം ചില ബൂത്തുകളിൽ പെട്ടെന്ന് പെരുത്തു വന്ന ക്രമാതീതമായ വോട്ടുകൾ കടുത്ത സംശയത്തിന് വഴിവെക്കുകയും അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയും രാഹുൽ ഗാന്ധി ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം നിഷേധിക്കുകയായിരുന്നു. അതിന് കാരണം പറഞ്ഞത് സ്വകാര്യത ലംഘിക്കും എന്നതാണ്. പക്ഷെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും, അവിടങ്ങളിൽ നടന്ന തട്ടിപ്പ് BJPക്ക് വേണ്ടി മറയ്ക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യമാണ്. ആ CCTV ദൃശ്യങ്ങൾ സത്യം പുറത്തുവിടും എന്നതുകൊണ്ട് അത് വെളിയിൽ വരുത്താതിരിക്കാനുള്ള പല കാരണങ്ങളും കമ്മീഷൻ നിരത്തും. നിലവിലെ സാഹചര്യങ്ങൾ ഇത്രയും സങ്കീർണമായി തുടരുമ്പോഴും രാജ്യം ഉറ്റുനോക്കുന്നത് പഞ്ചാബിലേക്കും കർണാടകയിലേക്കും തെലങ്കാനയിലേക്കും രാജസ്ഥാനിലേക്കുമാണ്. കാരണം അവിടെ മറ്റൊന്നുമല്ല നടന്നത്. അവിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM സംവിധാനം മാറ്റി നിർത്തി ബാലറ്റ് പേപ്പർ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചങ്കൂറ്റം കാട്ടി എന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ BJPയുടെ അട്ടിപ്പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. EVM തിരഞ്ഞെടുപ്പിൽ ഏത് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയാലും അത് താമര ചിഹ്നത്തിൽ വീഴുമെന്ന മാജിക്ക് അതാണ് അവിടെ നടമാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യവ്യാപകമായി ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരാൻ മുറവിളി മുഴങ്ങുന്നത്. അത് കൊണ്ടുവരാതെ കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞിരിക്കുമ്പോൾ അത് മോദിയുടെ പേടിയാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാമെന്ന ചട്ടം നിലനിൽക്കുന്നത് മുൻനിർത്തിയാണ് പഞ്ചാബിൽ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പും കർണാടകയിൽ ഉടൻ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പും ബാലറ്റ് പേപ്പറിൽ നടത്താൻ ഇവർ തീരുമാനമെടുക്കുന്നത്. സംസ്ഥാനങ്ങൾ ആർജവത്തോടെ EVM മാറ്റി ബാലറ്റ് സംവിധാനം നടപ്പിലാക്കുമ്പോൾ BJPയുടെ അവസ്ഥ വളരെ ദയനീയമായി മാറും എന്നതാണ് യാഥാർത്ഥ്യം. ഇത് രാഹുൽ ഗാന്ധി മുൻപ് പറഞ്ഞിട്ടുണ്ട്. ബാലറ്റിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടത്തൂ, അപ്പോൾ അറിയാം BJPയുടെ പതനം എത്ര രൂക്ഷമാണ് എന്ന്. പഞ്ചാബിലെ 22 ജില്ലാ പരിഷത്തുകളിലെ 347 സോണുകളിലേക്കും 153 പഞ്ചായത്ത് സമിതികളിലെ 2238 സോണുകളിലേക്കുമുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലാണ് നടത്തിയത്. 48% വോട്ടർമാർ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 9000-ലധികം സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ആം ആദ്മിയും കോൺഗ്രസും വിജയക്കൊടി അവിടെ പാറിച്ചപ്പോൾ BJP അമ്പേ പരുങ്ങലിലായിപ്പോയി. ഇന്ത്യയിൽ BJPയുടെ തനിനിറം നമുക്ക് വെളിവാക്കി തരുന്നതാണ് 153 പഞ്ചായത്ത് സമിതികളിൽ 2838 സോണുകളിലായി പഞ്ചാബിൽ നടന്ന തിരഞ്ഞെടുപ്പ്. BJP ഏറ്റവും പുറകിലേക്ക്, അതായത് വെറും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് BJP അവിടെയൊക്കെ തകർന്നടിഞ്ഞു എന്നത് നമുക്ക് കാണിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. രാജ്യത്ത് 2014 മുതൽ നടമാടിയ വോട്ട് തട്ടിപ്പിൻ്റെ ഭീകരത വ്യക്തമാകുകയാണ്. യഥാർത്ഥത്തിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടന്നാൽ BJPയുടെ അവസ്ഥ ഇതാണ് എന്ന ചിത്രം പഞ്ചാബിലും നമ്മളിപ്പോൾ പറഞ്ഞ സംസ്ഥാനങ്ങളിലുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. പഞ്ചാബിന് പിന്നാലെ കർണാടക ബാലറ്റ് കൊണ്ടുവരികയാണ്.
ഇതിൽ പേടി തുടങ്ങിയ BJP കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പഞ്ചാബിലും സമാനമായ എതിർപ്പുകൾ BJP ഉയർത്തിയിരുന്നു. പക്ഷേ പഞ്ചാബ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത് തങ്ങളുടെ തന്ത്രം BJPക്ക് പാളി എന്ന് മനസ്സിലാക്കിയ BJP തങ്ങളുടെ പുറംപൂച്ച് വെളിയിൽ വരുമെന്ന് ഭയപ്പെട്ട് പഞ്ചാബ് ബൂത്തുകളിൽ വ്യാപകമായി ഇടപെടുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ബൂത്തുകൾ പിടിച്ചടക്കലും ബാലറ്റ് പേപ്പറുകളുമായി പ്രിസൈഡിംഗ് ഓഫീസർ അടക്കമുള്ളവർ ഒളിച്ചോടുകയും ചെയ്തതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് ഗുർദാസ്പൂരിലെ ചാഹിയാൻ, മുക്സറിലെ ബബാനിയ, ബദർ, ബർണാലിയിലെ ചനൽവാൾ എന്നീ 4 ബൂത്തുകളിൽ പരാതികൾ വന്നു. അന്വേഷണത്തിൽ സത്യാവസ്ഥ ബോധ്യമായി. അതുകൊണ്ട് തന്നെ അവിടെ റീപോളിങ്ങിന് ഉത്തരവിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നല്ലൊരു മാറ്റത്തിൻ്റെ കാറ്റാണിത്. മങ്ങിത്തുടങ്ങിയ BJPയുടെ പ്രഭാവം രാജ്യത്തൊരു പുതിയ കുതിപ്പിൻ്റെ കോൺഗ്രസ് ഭാവമാണ് തെളിയുന്നത്. മോദി ഭരണകാലം തുടങ്ങിയത് മുതൽ കോൺഗ്രസ് BJPയുടെ RSSൻ്റെ നയങ്ങളെ നഖശിഖാന്തം എതിർക്കുകയായിരുന്നു. ബഹുസ്വരതയെ സംരക്ഷിക്കാൻ, അഖണ്ഡ ഭാരതത്തെ ചേർത്ത് പിടിക്കാൻ, ജനാധിപത്യം കാത്തു പരിപാലിക്കാൻ, വർഗീയതയെ കടപുഴക്കി രാജ്യത്തിൻ്റെ ഭരണഘടന കൊണ്ട് പഴുതടച്ച് BJP വഴി പിഴുതെറിയപ്പെട്ട അവകാശങ്ങളെ, സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത് പ്രതിപക്ഷം മുന്നേറുമ്പോൾ അത് പുതിയ കാലത്തിൻ്റെ പ്രതീക്ഷ ആവുകയാണ്. മോദി ഉയർത്തിയ വടി അത് തന്നെയാണ് രാഹുൽ ഗാന്ധി തിരിച്ച് BJP അടിക്കാൻ ഓങ്ങുന്നത്. ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് കരുതി നടപ്പിലാക്കിയ, അല്ലെങ്കിൽ തങ്ങളുടെ അധികാരത്തിൻ്റെ തണലിൽ എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കി നിശബ്ദരാക്കാം എന്ന അഹങ്കാരങ്ങളെ ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി മോദിയുടെ വോട്ടുകൊള്ള രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഭരണകക്ഷിയുടെ മുഖം മൂടി വലിച്ചു കീറുകയായിരുന്നു. അതിൻ്റെ അലയൊലികൾ രാജ്യത്ത് പ്രകടമായതിൻ്റെ ഫലമാണ് തെലങ്കാനയിൽ, രാജസ്ഥാനിൽ ഒക്കെ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിലൂടെ നമ്മൾ കണ്ടത്. പഞ്ചാബിലടക്കമുള്ള മുന്നേറ്റത്തിൽ ശേഷം രാജ്യം ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്രയിൽ മുംബൈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മഹാവികാസ് അഘാടി സഖ്യം വൻ ശക്തിയായി ഉയർന്നു കഴിഞ്ഞു. ശരത് പവാറിൻ്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ അഗ്നി പടരുന്ന അവസ്ഥയായി. അത് NDAയെ പൊള്ളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണിപ്പോൾ. ഇത് കോൺഗ്രസിൻ്റെ കുതിപ്പാണ്. ഇതാണ് റിപ്പോർട്ടുകൾ നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിയും വൻ മുന്നേറ്റം കാഴ്ചവെച്ചു. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് രാജ്യത്തിന് രാഷ്ട്രീയ കളത്തിൽ സംഭവിക്കാൻ പോകുന്ന വൻ മാറ്റമാണ്. അതായത് കോൺഗ്രസിൻ്റെ വൻ മുന്നേറ്റമാണ് എന്നത്. BJPയുടെ കള്ളക്കളിയുടെ തുറുപ്പുചീട്ടായ EVM കൂടി രാജ്യവ്യാപകമായി മാറ്റി ബാലറ്റ് കൊണ്ടുവരാൻ നമ്മൾ മുകളിൽ പറഞ്ഞ സംസ്ഥാനങ്ങളെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ BJPയുടെ ഈ അഹങ്കാരം. ഏതായാലും രാജ്യം അത് ആഗ്രഹിക്കുന്നു. അതാണ് വലിയ പ്രക്ഷോഭത്തിൻ്റെ കാറ്റ് രാജ്യത്ത് ഉരുത്തിരിയുന്നത്. നിരാശയുടെ അതികഠിനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ജനത രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ പ്രതീക്ഷയോടെ അണിനിരക്കുന്നത് മാറ്റത്തിൻ്റെ പുതിയ കാലത്തേക്കുള്ള മുന്നേറ്റത്തിനാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അഹോരാത്രം മോദിയുടെ പ്രൊപ്പഗാണ്ട പൊളിച്ചെഴുതാനും കാട്ടുകൊള്ള തുറന്നു കാട്ടാനുമായി പ്രയത്നിക്കുമ്പോൾ രാജ്യം ശ്വാസം അടക്കി പിടിച്ചാണ് അതിനെ സ്വീകരിക്കുന്നത്. കാരണം ശ്വാസമുട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ കണ്ണുനീർ രാജ്യത്തിനെ തന്നെ നനയിക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഈ കണ്ണുനീർ, ആ നിലവിളി തുടച്ചു നീക്കാൻ രാഹുൽ ഗാന്ധി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത് രാജ്യത്ത് വിജയം കണ്ടെത്തുകയും ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരം ജനാധിപത്യപരമായി പിടിച്ചെടുക്കും. രാജ്യം അഭിമാനത്തിൻ്റെ ചരിത്ര മുഹൂർത്തം തീർക്കും. അപമാനത്തിൻ്റെ മോദിക്കാലത്ത് നഷ്ടമായ രാജ്യകീർത്തി തിരിച്ചുപിടിച്ച് ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിൽ ആത്മബോധത്തിൽ, ആത്മാഭിമാനത്തിൽ ഉയർത്തിപ്പിടിക്കും കോൺഗ്രസ്. ഇതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, ഇതിനുവേണ്ടിയുള്ള ഉദ്യമത്തിൽ ഉറച്ച തീരുമാനത്തോടെയുള്ള നീക്കമാണ് രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം മോദിയുടെ ഈ ഭരണകാലം, ചീഞ്ഞളിഞ്ഞ ഭരണകാലത്തെ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്ത് പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് രാജ്യത്തിനെ കൊണ്ടെത്തിക്കാൻ രാഹുലും സംഘവും ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. അത് മോദിക്ക് ഇപ്പോൾ അതിഭയാനകമായ രീതിയിലേക്ക് മോദിയെ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യം ഉയർച്ചയുടെ പടികൾ ഒന്നൊന്നായി കടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്
ഈ ഉയർച്ചയുടെ പടവുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, ബഹുസ്വരത സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.